So hi Nurul, hi Renu and hi Akshaya. So welcome to our DVMC Kottayam Academics campus. So നമുക്ക് ഇന്ന് ഈ ക്യാമ്പസ് മൊത്തം ഒന്ന് ടൂർ ചെയ്ത് കാണാം. സോ നമുക്ക് റീഡിംഗ് റൂം എക്സ്പ്ലോർ ചെയ്യാം. ഓരോരുത്തർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാബിൻസ് ഉണ്ട്. നമുക്ക് ഓരോ ക്യാമ്പസ് നോക്കിയാൽ കാണാം. ഇൻഡിവിജ്വൽ സോക്കറ്റ്സും എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫുഡൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാകും. എയർ കണ്ടീഷൻഡാണ് റീഡിംഗ് റൂംസ്. സോ നമുക്ക് നമ്മുടെ അടുത്ത ബോയ്സ് ഹോസ്റ്റൽ കാണിച്ചു തരാം. നമ്മുടെ ക്യാമ്പസിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ബിൽഡിംഗ് തന്നെയാണ്. ഈ കാണുന്നതാണ് ബോയ്സ് ഹോസ്റ്റൽ. ഇവിടെ നമുക്കൊരു 10-20 പേർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡബിൾ റൂമും സിംഗിൾ റൂംസായിട്ട് മാത്രമാണുള്ളത്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഇവിടെ തന്നെ ഉണ്ട്. ഇതൊരു ഡബിൾ ഷെയറിംഗ് റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതാണ്. അത് നമ്മുടെ ഗേൾസ് ഹോസ്റ്റലും പിന്നെ അതിനകത്ത് ഒരു റീഡിംഗ് റൂമും വരുന്നുണ്ട്. ആ രീതിയിൽ ഇതിനകത്തൊരു പ്രീമിയം റീഡിംഗ് റൂം. നമ്മുടെ മെയിൻ ക്യാമ്പസിൽ 3 റീഡിംഗ് റൂം ഉണ്ട്. ടോപ്പ് ഫ്ലോറിൽ പിന്നെ 2 താഴത്ത്. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഒരു 50 പേർക്കുള്ള റീഡിംഗ് റൂം ഉണ്ട്. പിന്നെ അവിടെ താഴത്ത് ലേഡീസ് ഹോസ്റ്റലിൽ തന്നെ താഴെയായിട്ട് ഒരു 55 പേർക്കുള്ള റീഡിംഗ് റൂം ഉണ്ട്. പിന്നെ അറൗണ്ട് 250 ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതൊരു ലേഡീസ് ഹോസ്റ്റലാണ്. സോ ബേസിക്കലി ഞാൻ നീതുവിനെ വിളിക്കാം. നീതു നിങ്ങൾക്കിത് കാണിച്ചു തരും. ഇത് ബേസിക്കലി ഒരു ഹോംലി കോൺസെപ്റ്റ്. ഇതൊരു വീട് നമ്മൾ ലേഡീസ് ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു ഹോംലി ഫീലാണ്. ഒരു മുറ്റമൊക്കെ ഉണ്ട്, മാവും അങ്ങനെ കുറേ ഒരു എലമെൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. നമുക്ക് ഡബിൾ റൂമും ഉണ്ട്, ട്രിപ്പിൾ ഷെയറിംഗ് റൂംസും ഉണ്ട്. നമുക്ക് ട്രിപ്പിളും ഉണ്ട്. സിംഗിൾ റൂമും ഉണ്ട്. സിംഗിൾ റൂം പുറത്താണ്. നമുക്ക് ആദ്യമേ ഇതാണ് ഡബിൾ റൂമിൻ്റെ ഫെസിലിറ്റീസ്. നമുക്ക് ടേബിളും ചെയറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെഡും ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ട്രിപ്പിൾ ഷെയറിംഗ്. 3 ബെഡും ടേബിളും ചെയറും. നമ്മൾ ടേബിളും ചെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ കബോർഡ് വൈസ് നിങ്ങൾക്ക് ബുക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നൈറ്റിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ നടന്ന് പഠിക്കാനൊക്കെ പറ്റും. നല്ലൊരു ആംബിയൻസോട് കൂടി പഠിക്കാനൊക്കെ പറ്റും. റൂം നമുക്ക് ഓരോ ഹോസ്റ്റലിനനുസരിച്ച് നമുക്ക് വേരി ചെയ്യത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും കംഫർട്ടബിൾ ആയിട്ട് മടുക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിലും പഠിക്കാം. സോ നമ്മുടെ ചേർച്ച് ഹോസ്റ്റൽ നിങ്ങളിപ്പോൾ കണ്ടു അല്ലേ? എങ്ങനെയുണ്ട് ഫെസിലിറ്റീസ് ഒക്കെ? അവിടുത്തെ അത്യാവശ്യം സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? നല്ലതാണ്. ഓക്കെ, വീട് പോലെ തന്നെ. ഓക്കെ. സോ ബേസിക്കലി ഈ സ്ട്രീറ്റിന് തന്നെ ഇപ്പോൾ ബാട്ടിയ സ്ട്രീറ്റ് എന്നാണ് പറയണത്. ലൈക്ക് എല്ലാം ബാട്ടിയുടെ. അതെ, എല്ലാം ബാട്ടിയുടെ ഹോസ്റ്റൽസും റീഡിംഗ് റൂംസും ആണ് ഇവിടെ ഉള്ളത്. ഇത് ബയോമെട്രിക് എൻട്രി ഉള്ള ഒരു റീഡിംഗ് റൂമാണ്. എല്ലാ റീഡിംഗ് റൂംസും 24 hours. എല്ലാ റീഡിംഗ് റൂമും 24 hour ഓപ്പൺ ആണ്. മോർണിംഗ് ടൈമിലൊക്കെ എയർ കണ്ടീഷൻഡ് ആയിരിക്കും. അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ റീഡിംഗ് റൂമിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയായിട്ട് നമുക്ക് കുറേ കോഫി ഷോപ്സും ടീ ഷോപ്സും ഒക്കെ അവൈലബിൾ ആണ്. അത് ഭയങ്കര കൺവീനിയൻ്റാണ് ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുമ്പോൾ അപ്പം തന്നെ ഒരു കോഫി കുടിക്കണം അല്ലെങ്കിൽ ടീ കുടിക്കണമെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് തന്നെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് ലേഡീസ് ഹോസ്റ്റലാണ്. അപ്പോൾ ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തിൽ കൂടെ എന്തുണ്ട്, എൻട്രി ഉണ്ട് റീഡിംഗ് റൂമിലേക്ക് പെൺകുട്ടികൾക്ക് ലേഡീസ് ഹോസ്റ്റലിലോട്ട്. പക്ഷേ ജനറലി എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഹോസ്റ്റലല്ലേ? ഇവിടെ സിംഗിൾ റൂം, ഡബിൾ റൂം അങ്ങനെയാണ്. റീഡിംഗ് റൂമിലേക്ക് താഴേക്ക് ഇതിനുള്ളിൽ കൂടി വഴിയാണ്. ഉള്ളിൽ കൂടെ നമ്മൾ കണ്ട റീഡിംഗ് റൂമിലേക്ക് പോവാം അല്ലേ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ നിന്ന്
ഭാട്ടിയ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഹോസ്റ്റൽസും റീഡിംഗ് റൂംസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം ബാക്കി. സോ ഇവിടെ എന്താ നിങ്ങൾ ഇവിടെ സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാവാറ് സാധാരണ വരുമ്പോൾ? അല്ല അങ്ങനെയല്ല, ചായ കുടിക്കാൻ സ്നാക്സ് പിന്നെ ജ്യൂസ് ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റേഷനറി, ബേക്കറി ഐറ്റംസ്, ഫ്രൂട്ട്സ് എല്ലാം. ഇതാണ് നമ്മുടെ ആൻസ് ഹോസ്റ്റൽ. ഈ ആൻസ് ഹോസ്റ്റലിൽ നമുക്ക് ഗേൾസിന് വേണ്ടിയിട്ടുള്ള സ്റ്റേ ആണ് 2 ഫ്ലോറിൽ. പിന്നെ ഒരു ഫ്ലോറിൽ ബോയ്സിന് അക്കോമഡേഷൻ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്കിവിടെ ബോയ്സിനും ഗേൾസിനും അക്കോമഡേഷൻ ഉള്ള ഹോസ്റ്റലാണ്. ഓക്കെ, അപ്പം നമുക്ക് റൂംസ് കാണാം. അതെ, അപ്പം 3 ബെഡ്, കബോർഡ്, പിന്നെ അതനുസരിച്ചുള്ള ടേബിള്, ചെയർ. പിന്നെ ഇത് വിത്ത് AC ആണ്. AC ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുഡ് ഇവിടെ കൊണ്ടുതരും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മുടെ റൂമാണ്. ഡബിൾ ഷെയറിങ് വെച്ചിട്ട് ഇവിടെ ഡബിൾ ഷെയറിങ് ആണ്. ഇതൊരു കോമൺ സ്പേസ്. ഇവിടെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇരുന്നിട്ട് ഇവിടെ പഠിക്കുകയൊക്കെ ചെയ്യാം. 4 പേർക്കും കൂടെ കബോർഡ് ഷെയറിങ് കബോർഡ് സെറ്റാക്കി കൊടുത്തിരിക്കുക. സോ നമ്മുടെ ക്യാമ്പസ് ഒക്കെ കണ്ട് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ഒത്തിരി സൗകര്യങ്ങളൊക്കെ ആയി. പഠിക്കാനാണെങ്കിലും ഹോസ്റ്റലൊക്കെ ഒത്തിരി നന്നായിട്ടുണ്ട്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. റീഡിംഗ് റൂമിലൊക്കെ എടുത്ത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പം കണ്ടപ്പോഴേ തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഫെമിലിയർ ആയ ഒരു സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടുതലായിരിക്കും. അഡ്വാൻറ്റേജ് അതെ നമ്മുടെ ക്യാമ്പസ് ഏരിയ ഞങ്ങള് 5 വർഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് അവിടെ തന്നെ നിന്ന് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കംഫർട്ടായിരിക്കും. ഹൗസിംഗ് എപ്പോഴാണ് കഴിയുന്നത്? ജൂൺ 23rd. ജൂൺ 23rd ഹൗസിംഗ് കഴിയുന്നത്. നീറ്റ് PGയുടെ ഡേറ്റ് എന്നാണ് കഴിയുന്നത്? അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഹൗസ് ഏജൻസി കഴിഞ്ഞിട്ട് ജൂലൈയിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ആ ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാറ്റലൈറ്റ് ക്ലാസ്സസിന് ജോയിൻ ചെയ്യാം. പിന്നെ ഫേസ് ടു ഫേസ് പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് കൊച്ചിയിലാണ് ഫേസ് ടു ഫേസ് സെൻറ്റർ ഉള്ളത്. നമ്മുടെ കോട്ടയം അക്കാഡമിക്സിൻ്റെ ഫേസ് ടു ഫേസ് സെൻറ്റർ കൊച്ചിയിലാണുള്ളത്. അവിടെ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും അതുപോലെ റീഡിംഗ് റൂം ഫെസിലിറ്റീസും ക്യാമ്പസും എല്ലാം ഉണ്ട്. സോ ഈ ഒരു ഏരിയയിൽ കമ്പൈൻഡ് സ്റ്റഡിയാണ്, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് റീഡിംഗ് റൂംസിൽ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ദൂരത്തു നിന്ന് ഹോസ്റ്റൽസിൽ നിന്നും അല്ലെങ്കിൽ ദൂരത്ത് വീട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ ഇവിടെ ഹോസ്റ്റലിലായിരിക്കും നിൽക്കുക. അപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ബുക്സ് അവർക്ക് ചിലപ്പോൾ വയ്ക്കാനായിട്ട് ഒരു മടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോക്കർ സിസ്റ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലോക്കേഴ്സ് വേണമെങ്കിൽ എടുക്കാം. അതിനകത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ബുക്സ് വയ്ക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. റൂമുണ്ട്. ബേസിക്കലി എല്ലാ റിലീജിയനുള്ള ആൾക്കാർക്കും, എസ്പെഷ്യലി ഇപ്പോൾ നിസ്കരിക്കാനും അങ്ങനെയുള്ള പർപ്പസിനൊക്കെ നമുക്ക് ഈ പ്രയർ റൂം യൂസ് ചെയ്യാം. അതിലിപ്പോൾ പാരൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഇറങ്ങി വരികയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസിന് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ നമ്മൾ വിസിറ്റേഴ്സ് റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിസിറ്റേഴ്സ് റൂം നോക്കാം. വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇൻട്രാക്ട് ചെയ്യാം. സോ നമുക്കിനി നമ്മുടെ ക്ലാസ് റൂം കാണാം. ഇപ്പോൾ സാറ്റലൈറ്റ് ക്ലാസ് റൂം നമ്മുടെ DBMC കോട്ടയം അക്കാഡമിക്സിൻ്റെ ബ്രാഞ്ചസിൽ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ക്ലാസ് റൂമാണ്. ഏകദേശം 250 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് റൂമാണ്. സോ എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമാണ് ഇത്. ഫാക്കൽറ്റീസ് ഡൽഹിയിലെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ അത് ലൈവായിട്ട് അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ട് പ്രൊജക്ടറിലാണ് സ്ട്രീം ചെയ്യണത്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡൗട്ട്സ് ടെലിഗ്രാം ഗ്രൂപ്പ് വഴി എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് സാറ്റലൈറ്റ് ക്ലാസ്സസ് നടക്കുന്നത്. പിന്നെ സാറ്റലൈറ്റ് ക്ലാസ് റൂമിൽ വന്ന് പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് അത്രയും മോട്ടിവേറ്റഡ് അല്ല, സെൽഫ് മോട്ടിവേറ്റഡ് അല്ല, ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റില്ല, ആപ്പ് വെച്ചിരുന്ന് പഠിച്ചാൽ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ കണ്ടൻറ്റ് തീർക്കാൻ പറ്റില്ല എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ ക്ലാസ് നടക്കുന്ന സമയം എന്തായാലും ഇവിടെ വന്നിരുന്ന് പഠിച്ചാൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആ ടൈം സ്പാനിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കണ്ടൻറ്റ് തീർക്കാൻ പറ്റും. സോ അതാണ് ക്ലാസ് റൂം വെച്ചിരുന്നത് പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു 90% കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് കോച്ചിങ് വരുന്ന സമയത്ത് കാണാം. ഓക്കെ.
ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാമ്പസ് ഒക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. ഇപ്പോൾ ഹൗസ് സയൻസ് കഴിഞ്ഞ് ഞങ്ങളും വി ആർ ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു കം ഹിയർ. Okay, so all the best, see you soon. താങ്ക് യു.